നമസ്കാരം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മറയൂർ യൂണിറ്റ് വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വ്യാപാര ഭവനിൽ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പലിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഫീസ് എത്രയോ? 500, 1000. എത്രയാണ് മിനിമം പഞ്ചായത്ത് ഫീസ്? ഇപ്പോൾ 1000. അതിൽ താഴേക്കില്ല. 1000 രൂപയാണ്. മുകളിലേക്ക് ഉണ്ട്, താഴേക്കില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ അതായത് കഴിഞ്ഞ 3 വർഷമായി മിനിമം പഞ്ചായത്ത് ലൈസൻസ് ഫീസ് 500 രൂപയാണ്. അത് കഴിഞ്ഞ ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് അത് ഈ 500 തന്നെയാണ്. ഈ മാർച്ചിലെ ഏപ്രിൽ പുതുക്കിയതല്ല, അതിന് മുമ്പ് 2025 കൊടുക്കുന്ന സമയത്തും ഈ മിനിമം 500 രൂപയാണ്. എന്നാൽ കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതി ആണെന്നാണ് എന്റെ ഓർമ്മ, സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവനുസരിച്ച് നേരത്തെ 5 സ്ലാബായിരുന്നത് ഇപ്പൊ 8 സ്ലാബായിട്ട് ഉയർത്തി. നേരത്തെ 500, 1000, 5000, 10,000, 15,000 5 സ്ലാബായിട്ട്. ഇപ്പൊ അത് 100, 200, 300, 500, 1000, 5000, 10,000, 15,000 8 സ്ലാബാക്കി ഉയർത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ അറിയണം. എങ്ങനെയാണ് ഈ സ്ലാബ് നിശ്ചയിക്കുന്നത് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ ഈ ലൈസൻസ് ഒക്കെ കൊടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഏകദേശ ധാരണ വേണം. ഇല്ലെങ്കിൽ ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ ഒത്തിരി ചീറ്റിക്കുന്നു. അവരെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. കാരണം വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരെല്ലാം ചെയ്യും. നമ്മളാണെങ്കിലും അങ്ങനെ ചെയ്യുമല്ലോ. ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ നാട്ടുകാർക്ക് കൊടുക്കുന്ന വിലയ്ക്കൊന്നും അല്ലല്ലോ ചില സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. മകയിൽ അങ്ങനെയല്ല, മകയിൽ ഒറ്റ വഴിയുള്ളൂ. പക്ഷെ മറ്റു ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇത്തരം ചില അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. എന്റെ നിലനിൽപ്പ് ഞാൻ നോക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, 1 ലക്ഷം രൂപയിൽ താഴെ സ്റ്റോക്ക് ഉള്ള ഒരു കട. നേരത്തെ വിറ്റുവരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പഞ്ചായത്ത് ലൈസൻസിന്റെ ഫീസ്, ഇപ്പൊ സ്റ്റോക്കിന്റെ അടിസ്ഥാനത്തിലാണ്. 1 ലക്ഷം രൂപയിൽ താഴെ സ്റ്റോക്ക് ഉള്ള ഒരു കട 100 രൂപ മാത്രമേ ലൈസൻസ് ഫീസായി കൊടുക്കാൻ പാടുള്ളൂ. 5 ലക്ഷം രൂപയിൽ താഴെ സ്റ്റോക്ക് ഉള്ള ഒരു കട 1 ലക്ഷത്തിന് മുകളിൽ 5 ലക്ഷത്തിൽ താഴെ 200 രൂപയിൽ ലൈസൻസ് ഫീസായി കൊടുക്കാൻ പാടുള്ളൂ. 15 ലക്ഷം രൂപയിൽ താഴെ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്റ്റോക്കുള്ള ഒരു കട 300 രൂപയെ ലൈസൻസ് ഫീസായി കൊടുക്കാൻ പാടുള്ളൂ. 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 25 ലക്ഷം രൂപയ്ക്ക് താഴെ സ്റ്റോക്കുള്ള ഒരു കട 500 രൂപയെ ലൈസൻസ് ഫീസായി കൊടുക്കാൻ പാടുള്ളൂ. 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടി രൂപയിൽ താഴെ സ്റ്റോക്കുള്ള ഒരു കട 1000 രൂപയെ ലൈസൻസ് ഫീസായി കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഈ കൈ പൊക്കി 1000 എന്ന് പറഞ്ഞ ആൾക്കാരൊന്നും 1 കോടി രൂപയുടെ സ്റ്റോക്കുള്ള കടക്കാരാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ നിങ്ങളുടെ സ്റ്റോക്ക് എത്രയുണ്ടെന്ന് കള്ളം പറയരുത്. നിങ്ങളുടെ സ്റ്റോക്ക് എത്രയുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ അതിൽ കൂടുതൽ ഫീസ് പഞ്ചായത്ത് സെക്രട്ടറിയോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലണ്ട, കേസ് മാറ്റുന്ന ആപ്പ് വഴി അക്ഷയ കേന്ദ്രം വഴിയാണ് ഇത് ചെയ്യുന്നത്. ഈ ചില അക്ഷയ കേന്ദ്രത്തിലെ ചേച്ചിമാര് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കടികട്ടിയ ഇവിടെ അക്ഷയ കേന്ദ്രം ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല, ദൈവാധീനം. അപ്പോ ഉണ്ടെങ്കിൽ തന്നെ മറിയുള്ള അങ്ങനെ വരാൻ സാധ്യതയില്ല. പുറത്തുള്ള സ്ഥലങ്ങളിലെ കാര്യമാണെന്ന് കൂട്ടിയാൽ മതി. അക്ഷയ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഇവിടുമായിട്ട് നമ്മളെടുത്ത് സാധനം കഴിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ കടയിൽ 5 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഒരു 5 ലക്ഷം രൂപ താഴെ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു 200 രൂപ ലൈസൻസ് ഫീസ് കൊടുക്കാൻ പറയുമ്പോൾ അതൊന്നും പോലെ 500 രൂപ മിനിമം ആണെന്ന് പറയും. ഇവിടുമാർ എന്ത് മനസ്സിലാക്കിയിട്ടായി പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കില്ല. അതുകൊണ്ട് ഇനി മുതൽ കരുതിയിരിക്കണം, നിങ്ങളുടെ കടയിൽ എത്ര സ്റ്റോക്ക് ഉണ്ടോ അതിൽ കൂടുതൽ പൈസ ഈ പഞ്ചായത്തിന്റെ നമ്മുടെ കേസ്മാർട്ട് വഴി അപേക്ഷ ലൈസൻസ് പുതുക്കാൻ ചെല്ലുമ്പോൾ ചോദിച്ചാൽ നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയേറ്റ് ആണ്. അവിടെ വെച്ച് അന്ന് ലൈസൻസ് പുതുക്കേണ്ട അക്ഷയ കേന്ദ്രത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയേറ്റ് ആണ്. പഞ്ചായത്ത് സെക്രട്ടറിയേറ്റ് സാർ എന്റെ കടയിൽ 5 ലക്ഷം രൂപ താഴെ സ്റ്റോക്ക് ഉള്ളൂ. സാറിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് എന്റെ കട പരിശോധിക്കണം. പരിശോധിച്ചിട്ട് 5 ലക്ഷം രൂപയിൽ താഴെയാണ് എന്റെ കടയിൽ സ്റ്റോക്ക് എന്ന് ബോധ്യപ്പെട്ടാൽ 200 രൂപയിൽ ലൈസൻസ് ഫീസ് വാങ്ങാൻ പാടുള്ളൂ എന്ന് തന്നെ പറയണം. നമ്മളെന്തിനാണ് ധൃതിപിടിക്കുന്നത് ലൈസൻസ് എടുക്കാൻ? അതിന്റെ സമയം എന്തായാലും കഴിഞ്ഞു പോയി. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഇനി പുതുക്കുന്ന ആളുകളെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. യൂണിറ്റ് പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. കാരുണ്യം കുടുംബസുരക്ഷാ പദ്ധതി ചെയർമാൻ ഡയസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബുലാൽ, ജില്ലാ സെക്രട്ടറി നജീബ് ഇല്ലത്തുമ്പറവിൽ എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ ഭാരവാഹികളെ യൂണിറ്റ് ഭാരവാഹികൾ ഷാൾ അണിയിച്ച് ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഡിസ്ട്രിക്ട് സെക്രട്ടറിക്ക് സാലറി
നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് ബാബുലാൽ അണ്ണന് നമ്മുടെ മൂത്ത അംഗം മാത്യു ചട്ടൻ ചാലടിച്ച് അറിയിക്കും. യൂണിറ്റിൻ്റെ മികച്ച പ്രവർത്തനം കണക്കിലെടുത്ത് പ്രസിഡന്റ് ശശികുമാറിനെ ജില്ലാ സെക്രട്ടറി നജീബ് ഇല്ലത്തുംപറമ്പിൽ ഷാൾ അണിയിച്ച് ആദരം അർപ്പിച്ചു. വാർഷിക റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി KJ സജീവും വരവ് ചിലവ് കണക്കുകൾ ട്രഷറർ TJ എൽദോസും അവതരിപ്പിച്ചു. സെക്രട്ടറി അക്ബർ അലി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം മുത്തു നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ വിജയം സ്വന്തമാക്കിയവർക്ക് പുരസ്കാരങ്ങളും സമ്മാനിച്ചു. അംഗങ്ങൾക്ക് ഏർപ്പെടുത്തിയ സമ്മാന വിതരണത്തിൻ്റെ ഉദ്ഘാടനം സെക്രട്ടറി അക്ബർ അലി നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.